എന്നാലും സതീശന് വല്ലാത്ത ജാതി തൊലിക്കട്ടി തന്നെ. എങ്ങനെ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി മാപ്ര ക്യാമറകൾക്കും കോളിനും മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞു എന്നാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്റെ ആദ്യ അനുഭവമാണ് UDFന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത്. UDF ഒരു മുന്നണി മാത്രമല്ല, ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേട്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഐക്യം, അതായത് രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പ് കരുണാകരൻ, AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയ ആരുടെയും കാലഘട്ടത്തിൽ ഇത്രയും ഐക്യമില്ല. ഇത് ഞാനായതുകൊണ്ട് ഈ നാട്ടിൽ ഐക്യം കണ്ടോ? നിങ്ങൾ ആരും പത്രം വായിക്കാത്തവരോ TV കാണാത്തവരോ ആയിരിക്കില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈൽ ഫോണെങ്കിലും കാണുന്നവരായിരിക്കും. ആ വാർത്തകളിലോ ദൃശ്യങ്ങളിലോ നിങ്ങൾ കണ്ട കാഴ്ചകളും സതീശന്റെ വാക്കും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കിയേ. ഇത് ഞാൻ പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലാണ്, അല്ലാതെ ഞാൻ പണം കൊടുത്തിരിക്കുന്ന PR പണിക്കാരുടെ മുന്നിലല്ല. PR പണിക്കാരെ ചോദ്യം ചോദിക്കാതെ മിണ്ടാതിരുന്നാലും സതീശന്റെ ഈ വാചകങ്ങൾ നേരെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന UDFന്റെ സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ കണ്ടതിന് ശേഷം ഈ ഡയലോഗ് കേട്ടാൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ മാത്രമാണ് ബുദ്ധിമായി, ഇത് കേൾക്കണവന്മാര് മുഴുവൻ മണ്ടന്മാരാണെന്ന് സതീശൻ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ആ സതീശന്റെ മുന്നിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. ജീവിതത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ ഐക്യം UDFന്റെ ഇടയിൽ ഉണ്ടാകാത്ത അവസ്ഥയിൽ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കേട്ടെ. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം N ശക്തൻ രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറി. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, തിരഞ്ഞെടുപ്പിന്റെ നടുക്കടലിൽ നിൽക്കുമ്പോൾ DCC അധ്യക്ഷന്റെ രാജി എന്തുകൊണ്ടാണ്? N ശക്തനെ DCCയുടെ താൽക്കാലിക അധ്യക്ഷനായാണ് നിയമിച്ചിരുന്നത്.